ഇനി ശ്യാമയുടെ കാര്യമാണെങ്കിൽ രോഹിത് കൃഷ്ണേട്ടാ സത്യമേ ഓടി വരണേ സത്യമേ ഓടി വായോ സത്യമേ സത്യമേ ഓടി വായോ സത്യമേ സത്യമേ എന്താ എന്റെ ഈശ്വര അയ്യോ എന്താണ് നോക്കി നിൽക്കുന്നത് തീരെ എടുത്തടാ പൊന്നി നീ വെള്ളം എടുത്തോണ്ട് വന്നേ വേഗം വെള്ളം എടുത്ത് തെളിക്ക് സത്യമേ ഈശ്വര എല്ലാം കത്തി നശിച്ചല്ലോ ഞാൻ ഒരുപാട് നാള് വിളക്ക് കത്തിച്ച് ആരാധിച്ച മൂർത്തികൾക്ക് മുന്നിൽ നീ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക കാർത്തികേ. ഇത് നിനക്ക് ഈ വീടിന്റെ കാവൽ ദൈവങ്ങൾ തരുന്ന സൂചനയാണ്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക. എന്താ പോലെ ഉണ്ടായത്? എങ്ങനെ തീ പിടിച്ചത്? എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല സത്യമേ. വിളക്കിന്ന് അറിയാതെ തീ പിടിച്ചതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ? അല്ല, കയ്യിൽ പൊള്ളലൊന്നും ആയിട്ടില്ലല്ലോ? ഇല്ല. കയ്യിൽ പൊള്ളലേറ്റ ഒരല്പം തേൻ പുരട്ടിയാൽ മതി. പക്ഷെ മനസ്സിന് പൊള്ളലേറ്റ അത് കുറച്ച് പാടാ സത്യമേ. അല്ല, സങ്കടം ഉണ്ടാവുമെന്ന് പറഞ്ഞതാ. ഇനി ഇത് എന്ത് ചെയ്യണം സത്യമേ? ഇതിപ്പോ ചാരമല്ലേ, വല്ല തെങ്ങിൻ ചോട്ടിലേക്ക് വിട്ടാ മച്ചിങ്ങ വഴിയായിരിക്കാൻ നല്ലതാ. പൊന്നി, ഇപ്പൊ തന്നെ പുതിയ കല്യാണക്കുറിക്ക് ഓർഡർ കൊടുക്കാൻ പിള്ളയോട് പറ. ഉടനെ അതെന്റെ കയ്യിൽ എത്തുകയും വേണം. നീ ചെന്ന് പറയാൻ. മോളെ, സങ്കടപ്പെടണ്ട. കൂടുതൽ അപകടമൊന്നും പറ്റിയില്ലല്ലോ. മോളു വാ മോളെ. കൃഷ്ണം വന്ദേ ജഗ ആധവ ത്രിഭുവന ജനപ്രിയം. കാർത്തികയുടെ കൈതട്ടി വിളക്ക് മറിഞ്ഞതാ. കല്യാണ ലെറ്റർ എല്ലാം കത്തിപ്പോയി.
ഒരു കണക്കിനാ തീ കെടുത്തിയത്. തീ കെടുത്തരുതായിരുന്നു. മനസ്സിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്താലേ ദൈവകോപാഫലം. അതാ തീ കണ്ടത്. ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ പുറത്താ ഭാമ ഈ മുഹൂർത്തം കുറിച്ചിരിക്കുന്നത്. ചങ്കനീരവളോട് നിൽക്കുമ്പോഴാ പുതിയ മരുമകളെ വാനോളം പുകഴ്ത്തി കല്യാണ ലെറ്റർ പൂജിക്കാൻ കൊടുത്തു വിട്ടത്. ഇതിനിപ്പോ പൂജിച്ചല്ലോ. എല്ലാം കണ്ടോണ്ടേ ഒരാള് മുകളിലിരിപ്പുണ്ട്. അവൻ തീരുമാനിക്കും ഇത് നടക്കണോ വേണ്ടയോ എന്നൊക്കെ. മോളെ, ഈശ്വരൻ നിന്റെ കൂടെയാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇനി അതെ അവനോട് മനസ്സിലാവണം. അതിനുള്ള അവസരം ദൈവം തന്നെ ഒരുക്കിക്കോളും. ശാരദാമ്മേ, നിങ്ങൾ ഒരുപാട് വേദനിച്ച് അവിടെ നിന്നെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, ഭാമയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. തൽക്കാലം ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുക. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. സത്യാമ്മയുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. എങ്കില് ഈ കല്യാണ ഒരുക്കങ്ങളൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇത് നടക്കാൻ പോണില്ല, ഒരിക്കൽ നടക്കില്ല. നാളുകൾ തമ്മിൽ പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലതേ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാ. ആ പൊരുത്തേ ഇവർക്കുണ്ട്. ശാരദമ്മ, ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ. ഇപ്പോ ഈ കണ്ണുണ്ണി നടന്നുകൂടെ ആയപ്പോ ഞാനത് ഉറപ്പിച്ചു. ഈ വിവാഹം നടക്കില്ല, ഒരിക്കൽ നടക്കില്ല. ആ, ഉറപ്പാ. എന്നാ ഞാൻ ഹലോ മാഡം. അനു, ഇവിടെ ഇപ്പൊ കല്യാണ ലെറ്റർ രണ്ടാമത് പ്രിന്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിരിക്കുക. അതെന്ത് പറ്റി മാഡം? സത്യസന്ധമായ കാര്യത്തിനല്ലേ, ദൈവമാണെങ്കിലും കൂട്ടു നിൽക്കും. കല്യാണ ലെറ്റർ ഭഗവാന് മുന്നിൽ പൂജിക്കുന്നതിനിടയിൽ കത്തിപ്പോയി. ഇതിപ്പോ സത്യമ്മ വിചാരിക്കുന്ന പോലെ ആണല്ലോ മാഡം കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോ തടയാനൊരു മാർഗവും ഇല്ലേ? മാർഗങ്ങളെല്ലാം അടഞ്ഞില്ലേ അനു? ജയശങ്കർ ആയിരുന്നു അവസാന പ്രതീക്ഷ. ഞാനും ചിന്തിക്കുന്നത് അത് തന്നെയാ. കാർത്തികയെ കണ്ടിട്ട് താൻ അന്വേഷിക്കുന്ന പെൺകുട്ടി ഇതല്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരോ ഒരാള് പ്രവർത്തിച്ചിട്ടുണ്ട് മാഡം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു മലക്കമറിയൽ ജയശങ്കറിൽ നിന്നും ഉണ്ടാവില്ല. അതെ, സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ജയശങ്കറിനെ പൊക്കിയേ പറ്റൂ. അതങ്ങനെ ചെറിയ രീതിയിൽ പൊക്കിയാൽ പറ്റില്ല. അവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞെട്ടാത്ത രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് വേണം പൊക്കാൻ. മാഡം, ആളിവിടെ വിട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവനിവിടെ ആരൊക്കെ സഹായിക്കുന്നുണ്ട്. എങ്കിലതാര്? മൊഴി മാറ്റിയതിന് പിന്നിലുള്ള കാരണം അത് അവനിൽ നിന്ന് തന്നെ അറിയണം. അറിയാം മാഡം. അവൻ ഫ്രോഡ് തരം കാണിച്ചപ്പോഴേ
അവൻ നമ്മുടെ നോട്ടപ്പുള്ളി ലിസ്റ്റ് കേറിയില്ല മാഡം. ഇപ്പൊ അവൻ പെരുന്തറ ഭാഗത്തുണ്ട്. അവിടെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അയാൾക്ക്. എങ്കിൽ പിന്നെ വൈകിക്കണ്ടാനോ, അവനെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കിക്കോളൂ. നമ്മളെയെല്ലാം അങ്ങ് വിഡ്ഢികളാക്കിയിട്ട് അവൻ തലയുയർത്തി നടക്കരുത്. ഓക്കെ മാഡം. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്നെ മനസ്സിലായോ? അയ്യോ, അതെന്ത് വർത്താനാ പറയുന്നത്? ശാലിനി മാഡത്തെയും കൂടെയുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് ഈ ജന്മത്തെ മറക്കാൻ പറ്റുമോ? അത്രയ്ക്ക് വലിയ ഉപകാരമല്ലേ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് എന്ന് നന്ദി കാണിക്കുന്നവരാണ് പെരുന്തുറക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പക്ഷെ നേരത്തെയാ. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അയ്യോ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. അതിലൊരു അല്പം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാവരും പാവങ്ങളാ. കഴിക്കുന്ന ചോറിനെയും അത് തരുന്ന കടലിനോടും കൂറുള്ളവർ. ആ കൂറ് ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നവരുടെ അടുത്തും കാണിക്കും. പക്ഷെ നെറുകേട് കാണിച്ചാ അത് പെറ്റമ്മയാണെങ്കിലും നെറുകേടാണെന്ന് മുഖത്തോക്കി പറയുകയും ചെയ്യും. എന്നാ പിന്നെ ശാലിനി മാഡത്തോട് ഒരുത്തൻ നെറുകേട് കാണിച്ചാലോ? എന്നിട്ടവൻ തല ഉയർത്തി അഹങ്കാരത്തോടെ നിങ്ങളുടെ ഈ പെരുന്തറ കടപ്പുറത്ത് കൂടി നടക്കുന്നുണ്ടെങ്കിലോ? ഒറ്റ നടപ്പ് അവൻ നടക്കൂ. അടുത്ത നടപ്പ് വയ്ക്കാൻ അവന്റെ മുട്ടിന് താഴെ കാലുണ്ടാവില്ല. പറ, ആരാ ഞങ്ങളുടെ മേഡത്തിനെ ദ്രോഹിച്ചത്? അവനെ കാണിച്ചെന്നാ മാത്രം മതി. ബാക്കി പണി ഞങ്ങൾ എടുത്തോളാം. അത് തന്നെയാ ഞങ്ങളുടെയും പ്രശ്നം. അവൻ ഈ ഭാഗത്ത് എവിടേക്കോ ഉണ്ട്, പക്ഷേ മുന്നിലേക്ക് വന്ന് ചാടുന്നില്ല. ഈ ഭാഗത്തുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ അവനെ ഓടിച്ച് മുന്നിൽ കൊണ്ട് ചാടിച്ചോളാം. ഇനി ഒരു തരത്തിലും മേഡത്തിന് ശല്യമാകാത്ത തരത്തില് ചെറിയ ഒരു മൂക്ക് കയറ്. അതിലവൻ ഒതുങ്ങിയില്ലെങ്കിൽ ആ കയറ് അവന്റെ കഴുത്തിലോട്ട് അങ്ങ് തൂക്കാം. വലിയൊരു ഉപകാരമാ ശാലിനി മേഡം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെന്നത്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ അവസരമാ. വിക്ടർ അത് പാഴാക്കില്ല കേട്ടാ. അവനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുന്ന അവന്റെ മോന്നയുടെ പടം വല്ലതും ഉണ്ടോ കയ്യില്? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാ മതി. ഈ പെരുന്തുറയിലില്ലെങ്കിൽ അന്റാർട്ടിക്ക പോയിട്ടാണെങ്കിലും ഞങ്ങൾ അവനെ പൊക്കും. പിന്നെ അവനോട് എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് വാ കൊണ്ടുള്ള സംസാരമൊക്കെ അല്പം കുറവാ, അതുകൊണ്ടാ. എത്രയാ? 50. ഈശ്വര, ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയും? ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ. ശാരദേ, മക്കളുടെ വിശേഷമൊന്നും പറഞ്ഞില്ല. ഇതെന്താ ശാരദേ? സത്യഭാമയുടെ വീട്ടിൽ പെൺമക്കളുടെ വിശേഷം അന്വേഷിക്കാൻ ചെന്നപ്പോ അവര് തന്നെ നാവങ്ങ് വലിച്ചൂരിയെടുത്തോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഒന്നുകൂടെ നിന്നേ. നിന്നോടാ ചോദിച്ചത്, ഉത്തരം പറയാൻ.
കരയാൻ മാത്രം എന്തു പറ്റി ശാരദേ? നമ്മുടെ മോള് ശാലിനി, അവളുടെ ജീവിതം തീർന്നു ഗോപാലേട്ട. എന്താ എന്താ പറഞ്ഞേ? എങ്ങനെ എങ്ങനെ തീരാൻ പോകുന്നു നീ പറയുന്നേ? നീ കരയാതെ കാര്യം എന്താന്ന് തെളിച്ചു പറ ശാരദേ. സത്യമ്മ, വിഷ്ണുവിന്റെയും അവിടെയുള്ള കാർത്തികയുടെയും വിവാഹം നിശ്ചയിച്ചു. കല്യാണക്കുറി അച്ചടിച്ച് വന്ന് അവരാദ്യം ക്ഷണിച്ചത് എന്നെയാ. എന്തു വന്നാലും ആരെതിർത്താലും അവരത് നടത്തുമെന്ന് തന്നെയാ തീരുമാനം. പണ്ട് ആ മധുശ്രീയായിട്ട് പലതവണ ശ്രമിച്ച് മുടങ്ങിയ കല്യാണം ഇത്തവണ എന്തായാലും കാർത്തികയായിട്ട് നടത്തുമെന്ന് ഉറപ്പാ. നമ്മുടെ മോൾക്ക് താലി കഴുത്തിലണിഞ്ഞ വിധവയെ പോലെ അത് നോക്കി നിൽക്കേണ്ടി വരും. അവളുടെ ജീവിതം തകർന്നു. നമ്മുടെ സത്യമോൾക്ക് ഇനി അച്ഛാന്ന് വിളിക്കാൻ വിഷ്ണു ഉണ്ടാവില്ല. അവള് അനാഥയാവും, ഉറപ്പാ. എന്റെ മൂത്ത മകൻ വിഷ്ണുവിന്റെ വിവാഹം. അതിന്റെ ക്ഷണക്കത്തടിച്ചത് വാങ്ങിക്കാൻ പോയതായിരുന്നു ഞാനും എന്റെ മോനും. വാങ്ങിക്ക് ശാരദാമ്മേ. ഗോപാലേട്ട, എങ്ങോട്ട് പോന്നു? ആ സത്യഭാമയുടെ വീട്ടിലേക്ക്. ഈ രാത്രിയിലോ? എന്തിന്? കൊല്ലാൻ. ആരെ? ആ സ്ത്രീയെ തന്നെ, സത്യഭാമയെ. കൊല്ലാനോ? അത് സത്യഭാമയെ? അതെന്താ, അവര് സഞ്ജീവന മന്ത്രം വല്ല പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങ് ചാവാതിരിക്കാൻ. ഗോപാലേട്ട, നമ്മുടെ മോള് ജീവിച്ചിരിക്കുമ്പോ അവനെ കൊണ്ട് ഇനിയൊരു കല്യാണം കഴിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോപാലേട്ട, വേണ്ട, സാഹസം ഒന്നും കാണിക്കണ്ട. ആവേശത്തോടെ നിങ്ങൾ പോയി അക്രമം കാണിച്ച നമ്മുടെ മോൾക്ക് അത് അപകടം വരുത്തും. അവളൊരു ജില്ലാ കളക്ടറും കൂടിയാ. അതൊക്കെ അങ്ങ് ആഫീസില്. അവളെ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്റെ നിന്റെ മോള. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ. ഗോപാലേട്ട, അങ്ങനെ അല്ല. സ്വന്തം കൺമുന്നിൽ നിങ്ങൾ ഒരു വീട്ടുകാരെ ആക്രമിക്കാൻ ചെന്ന അവൾക്ക് തന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. ഹോ, അറസ്റ്റോ ജയിലോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ നാളെ പത്രങ്ങളും മീഡിയ ആഘോഷിക്കുന്നത് കളക്ടറെ പുച്ഛിച്ചായിരിക്കും. അച്ഛൻ കള്ളും കുടിച്ച് മരുമകന്റെ വീട് ആക്രമിക്കാൻ ചെന്നെന്ന്. എന്താ, അത് വേണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് തൽക്കാലം ഗോപാലേട്ടൻ ഒന്ന് കേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകരുത്. നമുക്ക് വേണമെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് എന്ത് വേണോന്ന് ആലോചിക്കാം. ഇപ്പൊ ഒന്ന് അടങ്ങ് ഗോപാലേട്ട, ദയവ് ചെയ്ത്.
ശാലിനി ഇവിടെ ഉള്ള എന്തുകൊണ്ടും നന്നായി. പക്ഷെ കാർത്തിക അവളെ ഇവിടുന്ന് ഒഴിവാക്കണം. വിഷ്ണു അവളും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ല. നമ്മുടെയൊക്കെ മുമ്പിലെ ഒരു അഭിനയം എനിക്കങ്ങനെയാ മനസ്സിലാവുന്നതേ. എന്നാലോ വെച്ചാ ഇത് എത്ര സമയം എന്ന് വെച്ചാ 4 ആളെ കൂട്ടി കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ സത്യമ്മ. ഇനി അതും കൂടി കഴിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ?